എപ്പിടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൻ്റെ പുതിയൊരു അപ്ഡേറ്റിൽ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് പലർക്കും അറിയായിരിക്കും. എന്നാൽ നമുക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളെല്ലാവരും യൂട്യൂബിൽ വീഡിയോ കാണുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടി മുകളിലോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ചിലരെങ്കിലും യൂട്യൂബിന്റെ പുതിയ ഫീച്ചറായി ഇത് കണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ടൈം പാസിന് വേണ്ടി വീഡിയോ കാണുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ശ്രദ്ധിക്കാറ് പോലും ഉണ്ടാവില്ല. കുറഞ്ഞ പക്ഷം നമുക്ക് ഇതിന്റെ ഉപയോഗം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പം ഞാൻ ഇതൊന്ന് ചുരുക്കത്തിൽ പറഞ്ഞുതരാം. അതിനായിട്ട് റെഡിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ലെറ്റ്സ് ഗോ എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ആയിട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഒരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. റെഡ് തംബ്നെയിലോടുകൂടി ആരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടോ അവരുടെ എല്ലാം വീഡിയോ ഇവിടെ ഷോ ചെയ്യും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിവിടെ ലാംഗ്വേജിനകത്ത് ഒരു കാര്യം ഇരിക്കുന്നില്ല. മലയാളമോ ഹിന്ദിയോ ഇംഗ്ലീഷോ ഏത് ലാംഗ്വേജിലും ഉള്ള വീഡിയോ ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ റെഡ് കളറാണ് ചൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വരുന്ന തംബ്നെയിലും എല്ലാം റെഡ് കളർ ആയിരിക്കും മാക്സിമം കൂടുതലായിട്ടുള്ളത്. ഈ ഒരു തംബ്നെയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും റെഡ് കളറാണ് ഇതിൽ കൂടുതലായിട്ട് കാണുന്നത്. ഇനി ഈ ഒരു തംബ്നെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ തംബ്നെയിലും റെഡ് കളർ തന്നെയാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇവിടെ എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അടുത്ത രണ്ട് കളർ കൂടെ പെട്ടെന്ന് കാണിച്ചതിന് ശേഷം ആ കാര്യം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളൊന്ന് ചെറുതായിട്ട് ഞെട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യമേ കാണിച്ച മാതിരി തന്നെ അടുത്ത കളറായ ബ്ലൂ കളർ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുകയാണ് നമ്മൾ. ഈ ഓപ്പൺ ആയ പേജിൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു തംബ്നെയിൽ നല്ല ബ്ലൂ കളർ തന്നെയാണ്. എന്നാൽ ഈ ഒരു തംബ്നെയിലിൽ റെഡ് കളറാണോ ബ്ലൂ കളറാണോ കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് റെഡ് കളർ ആണെന്നാണ്. എന്തായാലും ഇതിൽ സംശയങ്ങളും കൺഫ്യൂഷനും ഒരുപാട് വരുന്നുണ്ട്. എന്തായാലും അടുത്ത കളറായ ഗ്രീൻ കളർ കൂടെ നമുക്ക് ചെക്ക് ചെയ്തതിന് ശേഷം ശരിക്കുള്ള ഇതിന്റെ ഉദ്ദേശത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അടുത്ത കളറിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നായിട്ട് ഈ തംബ്നെയിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇത് ബ്ലൂ കളറിൽ വന്ന ഒരു തംബ്നെയിലാണ്. പക്ഷേ ഇതിൽ ബ്ലൂ കളർ എവിടെയാണെന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ഈ തൊട്ട് താഴെയായിട്ട് ഈ കാണുന്ന തംബ്നെയിലിൽ നല്ല ബ്ലൂ കളറാണ്. അടുത്ത നമുക്ക് ഗ്രീൻ കളർ ഒന്ന് ചൂസ് ചെയ്യാം. അതിനായിട്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമുക്ക് കളർ റെഡ്, ഗ്രീന്, ബ്ലൂ ഈ മൂന്ന് കളറും ഇവിടെ മുകളിലായിട്ട് കാണിക്കുന്നുണ്ട്. അടുത്ത നമുക്ക് ഗ്രീൻ കളറാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ ഗ്രീൻ കളർ സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഗ്രീൻ കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഓപ്പൺ ആയി വന്ന രണ്ട് വീഡിയോയുടെയും തംബ്നെയിൽ നോക്കിയപ്പോൾ ഒരുവിധം നല്ല ഗ്രീൻ തന്നെയാണ്. ഇതുവരെയൊക്കെ ഏകദേശം കാര്യങ്ങളെല്ലാം ഓക്കെ തന്നെയാണ്. ഇനിയാണ് ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കാനായിട്ട് പോകുന്നത്. ഈ കാണുന്ന തംബ്നെയിൽ നിങ്ങൾക്ക് എവിടെയാണ് ഗ്രീൻ കളർ കാണാനായിട്ട് സാധിക്കുന്നത്? ഇതിൽ എഴുതിയിരിക്കുന്ന ഒരു വേർഡ് പോലും എനിക്ക് ഗ്രീൻ ആയിട്ട് തോന്നുന്നില്ല. ഇവിടെ ഞാൻ മുകളിലോട്ടും താഴോട്ടും എല്ലാം സ്വൈപ്പ് ചെയ്ത് നോക്കി. പക്ഷെ എൻ്റെ ഒരു വീഡിയോയുടെ ഗ്രീൻ കളറിലുള്ള തംബ്നെയിൽ ഇവിടെ കാണാനായിട്ട് സാധിച്ചില്ല. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി, ചെറിയ യൂട്യൂബർമാർ ഇതിൽ ഉൾപ്പെടുന്നില്ലയോ എന്ന് എനിക്കൊരു സംശയം. എൻ്റെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ തംബ്നെയിൽ ഗ്രീൻ കളറാണ്. അതുപോലെ തന്നെ ഈ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോയുടെ തംബ്നെയിൽ റെഡ് കളറും. നിങ്ങളൊരു യൂട്യൂബർ അല്ല വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞെട്ടലുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഒരു യൂട്യൂബർ ആണെങ്കിൽ അവർക്ക് ഞെട്ടലുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എൻ്റെ ലാസ്റ്റ് വീഡിയോയുടെ തംബ്നെയിലൂടെ കാണിച്ചിനി ലെങ്ത് കൂട്ടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.